85 ലക്ഷം രൂപ വിദേശത്തേക്ക് അയച്ചു എന്ന വിവരം, 20 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നു എന്ന വിവരം, എന്ത് ബിസിനസ്സുകൾ ആയിരുന്നു വീണയ്ക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നത് എന്നതാണ്. ലേക്കർ ഇന്ത്യ എന്ന കമ്പനി അതിൻ്റെ പാർട്ട്ണർ ആണ് എന്ന് പറയുമ്പോൾ അവിടെ നടന്നിട്ടുള്ള ബിസിനസ് എന്തൊക്കെ എന്നത് ഉൾപ്പെടെ കൃത്യമായും അറിയേണ്ടതുണ്ട് എന്നതുകൂടിയാണ്. അതോടൊപ്പം തന്നെ ഷോൺ ജോർജ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നതാണ്. ഹവാല ഇടപാട് പോലും പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് ഷോൺ ജോർജ് ഇവിടെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ CMRലുമായി ബന്ധപ്പെട്ട ഉളുപ്പുണ്ട് എങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണമെന്ന് കൂടിയാണ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നത്. പിണറായി വിജയന്റെ അഴിമതിപ്പണമാണ് വീണ വിജയന്റെ അക്കൗണ്ടിൽ എത്തിയത് എന്നും ഷോൺ ആരോപിക്കുന്നുണ്ട്. പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണ്. കഴിഞ്ഞ 30 വർഷമായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 1996 പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയ കാലം മുതൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള അഴിമതികൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വീണയുടെ എല്ലാ കമ്പനിയും, ഏറ്റവും അവസാനത്തെ ലേക്കറിൻ്റെ, ഇന്ന് ഏതോ ചാനൽ അതിനെ സംബന്ധിച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഒറ്റമുറി കെട്ടിടത്തിലാണ് ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. വീണ ഇന്ന് വരെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും പിണറായിയുടെ അഴിമതിക്ക് കൊടപിടിക്കുവാനും അവരുടെ ട്രാൻസാക്ഷനും വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇതാണ് ഷോണിൻ്റെ പ്രതികരണം. അതായത് ഡാനി ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, വീണ എന്ന വ്യക്തിക്ക് തീർച്ചയായും ബിസിനസ് നടത്താം, ബിസിനസ് സ്ഥാപനങ്ങൾ നടത്താം, ജീവനക്കാരെ നിയമിക്കാം, പല കമ്പനികളുമായി കരാറിൽ ഏർപ്പെടാം. പക്ഷേ ഈ കരാറുകളിൽ എല്ലാം അവ്യക്തത തുടരുകയാണ്. പ്രതിരോധ കോട്ട തീർക്കുന്ന CPIMന് പോലും ഇതിൽ വ്യക്തത വരുത്താൻ സാധിക്കുന്നില്ല. CPIMനെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ പോലും ആ മറ കൊണ്ട് ഒരാളെ ശുദ്ധീകരിച്ചെടുക്കാനും സാധിക്കില്ല. ഇവിടെ ഇതാ ഈ ലേക്കർ ഇന്ത്യ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പോലും സംശയങ്ങൾ ഉയരുകയാണ്. അങ്ങനെയൊരു സ്ഥാപനം പ്രവർത്തിക്കുന്ന ഓഫീസ് കണ്ടാൽ, ഇത്രയധികം കോടിക്കണക്കിന് ബിസിനസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനനുയോജ്യമാകുന്ന ഒരു ഓഫീസോ പരിസരമോ ഒന്നുമല്ല കണ്ടെത്താൻ സാധിക്കുന്നത് എന്നതാണ് പറയുന്നത്. അത് നേരത്തെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് എന്നും ഇക്കാര്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ സത്യവാങ്മൂലത്തിലുണ്ടായിരുന്നുവെന്നും ഒക്കെ റിയാസ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു അതിൻ്റെ പ്രവർത്തനം, എങ്ങനെയായിരുന്നു പ്രവർത്തനം, ഇക്കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഇവർക്ക് കൃത്യമായി വിശദീകരിക്കാൻ പറ്റുന്നില്ല എന്നിടത്താണല്ലോ സംശയം ബലപ്പെടുന്നത്. അഭിലാഷ്, ഈ ലേക്കർ ഇന്ത്യ എന്ന സ്ഥാപനം ആദ്യഘട്ടത്തിൽ ഇത് ഈ ഒരു ഫ്രെയിമിലേക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ്. കാരണം എക്സാലോജിക്കിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ അവസാനവട്ടം, അതായത് കഴിഞ്ഞ തവണയിൽ അതിന് മുൻപ് വന്ന പരിശോധനകൾ, അതിൻ്റെ തുടർച്ചയിലാണ് പിന്നീട് ഈ ലേക്കർ ഇന്ത്യ എന്നൊരു സ്ഥാപനം കൂടി വീണയ്ക്ക് ഉണ്ട് എന്നത് കൂടി പുറത്തേക്ക് വരുന്നത്. പക്ഷേ അത് ഈ രീതിയിൽ വലിയ ഒരു പേപ്പർ കമ്പനി എന്ന രീതിയിൽ തന്നെ ഒരു വിലയിരുത്തൽ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ED അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഇപ്പോൾ കോഴിക്കോട് സുഹൃത്തുക്കളുടെ വീടുകളിലേക്ക് അടക്കം പരിശോധനകൾ നീളാനുള്ളൊരു സാധനം ലേക്കർ ഇന്ത്യയെക്കുറിച്ച് കിട്ടിയ ആ ഒരു തുമ്പിൽ നിന്നാണ് ഇതിലേക്ക് പോകുന്നത്. ആ ഒരു ലീഡിൽ നിന്നാണ് പിന്നീട് ആ വഴി നീങ്ങുകയും ചെയ്യുന്നത്. കാരണം ഇതിനെ മറയാക്കിക്കൊണ്ട് എക്സാലോജിക്ക് മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, മറ്റൊരു സ്ഥാപനം കൂടി ഉണ്ട് എന്ന രീതിയിലേക്ക് ആ EDയുടെ അന്വേഷണം നീളുകയും ചെയ്യുന്നു. പിന്നീട് ഈ പരിശോധനകളിലേക്ക് വരുമ്പോഴാണ് ഇപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിം കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനി വഴിയാണോ ഈ പണം എത്തിക്കുക, അല്ലെങ്കിൽ ഈ കമ്പനി മറയാക്കിക്കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതെല്ലാം തന്നെ ED ഇനി തുടർച്ചയിൽ വിശദീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ഇത് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ പോലും പ്രതിരോധം അത്ര കണ്ട് ബലമുള്ളതാണോ എന്ന് സംശയമുണ്ട്. തീർത്തും ദുർബലമായി പോകുന്നു എന്ന രീതിയിലാണ് നമ്മൾക്ക് പ്രസ്താവനകളടക്കം കാണേണ്ടത്. കാരണം വലിയ രീതിയിൽ ഇതിൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല മുഹമ്മദ് റിയാസ് ആണെങ്കിൽ കൂടിയും. ഇപ്പോഴുള്ളൊരു ഘട്ടത്തിൽ അധിക വിശദീകരണം വേണ്ട എന്ന് പറഞ്ഞൊഴിയുമ്പോൾ പോലും കാര്യമായൊരു വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല എന്ന് നമ്മൾ ശ്രദ്ധയോടെ തന്നെ കാണേണ്ടതാണ്. ഇത് അനുചിതമാണ് ഇപ്പോഴത്തെ ഒരു പ്രസ്താവന, അല്ലെങ്കിൽ കൂടുതൽ പറയുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്ഥാപനത്തെ ചുറ്റി കൂടുതൽ കാര്യങ്ങൾ ED അന്വേഷിക്കുന്നു എന്നതാണ്. അതിൽ മറ്റാർക്കെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നതും, ഈ കമ്പനിയാണോ എക്സാലോജിക്കിനപ്പുറം ഒരുപക്ഷെ കടന്നിരിക്കുന്നത് ഇനി ലേക്കർ ഇന്ത്യ ആണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ED പരിശോധിക്കുകയാണ്. ഈ വിദേശത്തേക്ക് പണം കടത്താൻ, ഹവാല ഇടപാട് വഴി പണം കടത്താൻ ആരെ എങ്ങനെ ഉപയോഗിച്ചു എന്നതെല്ലാം
വളരെ ഗൗരവതരമായ കാര്യങ്ങൾ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ തെളിവുകൾ ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് ED വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ തുടർച്ചയിൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഒരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഈ കേസ് നീങ്ങുന്നുണ്ട് എന്ന രീതിയിലേക്ക് തന്നെയാണ് പൊതുവിലുള്ള ഒരു വിലയിരുത്തൽ. കാരണം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന മാസപ്പടി കേസ് എന്ന രീതിയിൽ അതിൻ്റെ മാനങ്ങൾ മാറുകയാണ്. ആ ഒരു തറയിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ മാറിയിരിക്കുന്നു എന്നതാണ്. മറ്റൊരു ഭൂമികയിലേക്ക് ഇത് മാറിയിരിക്കുന്നു. ഹവാല ഇടപാടും വ്യാജസിമും ഈ ഇൻ്റർനാഷണൽ കോളിങ്ങിനടക്കം സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് നടന്നിരിക്കുന്നു, അതിനെ മറയാക്കപ്പെട്ടിരിക്കുന്നു എന്നതെല്ലാം തന്നെ നമ്മൾ പറയുമ്പോഴും ഏറ്റവും വലിയ ഒരു കുറ്റകൃത്യമോ അല്ലെങ്കിൽ ഗൂഢാലോചന എന്ന് പറയാവുന്നത് ഇത് നടന്നിരിക്കുന്ന കാലമാണ്, ഇത് നടന്നിരിക്കുന്ന ടൈം പീരീഡാണ്. ആ സമയമാണ് ഈ കേസിൽ കൃത്യമായി അടയാളപ്പെടുത്തേണ്ടതും കൃത്യമായി ഒരു ദുരൂഹതയുണർത്തുന്നതും. എന്തിന് ഈ സമയത്ത് പണം നൽകി ഒരു സേവനവും നൽകാത്ത ഒരു കമ്പനിക്ക് ഈ ഒരു പ്രത്യേക കാലയളവിൽ പണം നൽകിയെങ്കിൽ അതാർക്കു വേണ്ടി എന്ന ചോദ്യം തന്നെയാണ് അഭിലാഷ് ഇതിൽ ഏറ്റവും ഗുരുതരമുള്ളതും ബാക്കിയാകുന്നതും ഉത്തരം പറയേണ്ടതും. തീർച്ചയായും CPIM വലിയ പ്രതിരോധ കോട്ട തീർക്കുമ്പോഴും ഈ കേസിന്റെ ചരിത്രം എല്ലാവർക്കും ഓർമ്മയുണ്ട്. CMRL എന്ന കമ്പനി 187 കോടി രൂപ അനധികൃതമായി ഇടപാട് നടത്തുന്നു. നികുതി വെട്ടിപ്പിന് വേണ്ടി തെറ്റായ കണക്കുകൾ എഴുതുന്നു. ആ കണക്കുകൾ എഴുതിയതിൽ ഒരു കമ്പനി മാത്രമാണ് എക്സാലോജിക് എന്നത്. അത് വീണ ടിയുടേതാണ് എന്നത് മാത്രവുമല്ല, 2,80,00,000 രൂപ അത് ഒരു സേവനവും നടത്താതെയാണ് CMRL കൈമാറിയത് എന്നിടത്താണ് ഈ അന്വേഷണം ഗൗരവതരമായി മാറിയത്. വീണ ടി പിണറായി വിജയന്റെ മകൾ എന്നതുകൊണ്ട് തന്നെ അധികാരത്തിന്റെ സ്വാധീനമാണോ പ്രയോഗിക്കപ്പെട്ടത്, ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന സംശയമുയരുന്നു. അതുമാത്രവുമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ED പുറത്തുവിട്ടിട്ടുള്ള വാർത്താക്കുറിപ്പിൽ ആണ് ഏകദേശം 85 ലക്ഷം രൂപയ്ക്ക് തുല്യമായ പണമിടപാട് വിദേശത്ത് നടത്തിയിട്ടുണ്ട് എന്നത്. അതൊരു ഹവാല ഇടപാടാണോ എന്ന് ED സംശയിക്കുകയാണ്. എന്തിനായിരുന്നു ഈ സാമ്പത്തിക ഇടപാട് നടത്തിയത് എന്നത് EDക്ക് അറിയേണ്ടതുണ്ട്. വീണയിൽ നിന്ന് അല്ലെങ്കിൽ വീണയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന്, വീടുകളിൽ നിന്നൊക്കെ നടത്തിയ പരിശോധനയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകളും കയ്യെഴുത്ത് കോപ്പികളും ഒക്കെ ലഭിച്ചത് എന്നതാണ്. അതുമാത്രമല്ല, 20 കോടിയിലധികം വരുന്ന തുകയുടെ ഇടപാടുകൾ വീണ നടത്തിയിട്ടുണ്ട്. അതിന് കൃത്യമായ സ്രോതസ്സില്ല. അതായത് വീണ നൽകുന്ന കണക്കുകൾ അനുസരിച്ച് വീണയ്ക്കൊരു നിശ്ചിതമായ വരുമാനമുണ്ട്, ചെലവുകളുണ്ട്. അതിനപ്പുറത്താണ് ഈ തുക എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഒരു സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനെറ്റ് കോളുകൾ, വൈഫൈ റൂട്ടറും ഉപയോഗിച്ചുകൊണ്ടുള്ള കോളുകൾ നടത്തിയിട്ടുണ്ട്. അത് ഇന്റർനെറ്റ് അധിഷ്ഠിത കോളുകൾ ആയിരുന്നു. അതിനുപയോഗിച്ച സിം ഇവരുടെ പേരിൽ ഉള്ളതല്ല എന്നതുകൂടിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സംശയങ്ങളെ ബലപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വീണ ടിയെ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനായി വീണ ടിയെ വീണ്ടും വിളിപ്പിക്കും എന്ന് തന്നെയാണ് അറിയാനും സാധിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഡാനിപ്പോൾ പങ്കുവച്ചത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.